ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ സുഖമല്ലേ? ഭയങ്കര ചൂടായിരിക്കില്ലേ? ഇവിടെയും ഭയങ്കര ചൂടാണ്. ഞാനിപ്പോൾ നമ്മുടെ ചിന്നിൻ്റെ വീട്ടിലുള്ളൂ കേട്ടോ, കോട്ടയത്ത് ചങ്ങനാശ്ശേരി. അപ്പോൾ ഞാൻ വന്നത് വേറെ ഒന്നുമല്ല, ഒരു സന്തോഷ വാർത്ത നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. കുറച്ച് മുന്നേ വരുന്നതായിരുന്നു. മുന്നേ വിചാരിച്ചു ഞാൻ എന്തായാലും കുറച്ച് കഴിയട്ടെ, എന്നിട്ട് എല്ലാവരും അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ ഒന്നുമല്ല, സന്തോഷ വാർത്ത പറയുമ്പോൾ എല്ലാവരും ചെറുതായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ പറയാണ്, നമ്മുടെ ലിച്ചുട്ടനൊരു കൂട്ടം കൂടി വരുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം നമ്മുടെ ഫാമിലിയായി നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക അറിയില്ല, സന്തോഷമുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഒരു 3 മാസത്തെ സ്കാനിങ് കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ലിച്ചൂട്ടിനൊരു കൂട്ടും കൂടി വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് എടുത്ത് പറയുന്നില്ല. അപ്പോൾ 3 മാസത്തെ സ്കാനിങ് കൂടി കഴിയട്ടെ വിചാരിച്ചു. അതാണ് ഞാൻ പിന്നെ കോട്ടയത്തേക്ക് ഇങ്ങോട്ട് വന്നത് തന്നെ. അതാണ് നമ്മൾ ലൈവ് ചെയ്യാതെ ഇരുന്നു കേട്ടോ. പിന്നെ കട്ടി അവിടെ അല്ലേ. ഞാൻ പിന്നെ ചങ്ങനാശ്ശേരി വന്നപ്പോൾ പിന്നെ നമുക്ക് പറ്റില്ല. ഇവിടെ വന്നിട്ട് 1-2 ദിവസം ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോളൂ. ഇതാണ് നമ്മുടെ സന്തോഷ വാർത്ത. അപ്പോൾ നമ്മുടെ ലിച്ചൂട്ടിന് കൂട്ടായിട്ട് ഒരാൾ കൂടി വരുന്നുണ്ട് കേട്ടോ. എന്താ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ സംഭവം. അപ്പോൾ അതുകൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നത്. നമ്മൾ ചെറിയൊരു വ്ളോഗ് കേട്ടോ, നമ്മളൊന്ന് അറിയിക്കാൻ വേണ്ടി വന്നതെന്ന് മാത്രം. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താ അറിയോ, ഈ സ്കാനിങ് കഴിഞ്ഞിട്ട് എല്ലാം കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചിരുന്നു. നമ്മുടെ ഫസ്റ്റ് സ്കാനിങ് നമ്മളവിടെ ഇതറിഞ്ഞപ്പോൾ നമ്മൾ അവിടെ പോയി ചെയ്തായിരുന്നു. നമ്മുടെ അവിടെ വടക്കാഞ്ചേരി അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞു. പിന്നെ ജിന്നുവിന് ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് അവൾ വീട്ടിലോട്ട് വന്നത്. ഭയങ്കര ഛർദിയായിരുന്നു. നമ്മുടെ ലിച്ചൂട്ടന് ഇത്രയും ഛർദിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഛർദി ഉണ്ടെങ്കിലും അത്ര ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഭയങ്കര ക്ഷീണമാണ്. ഛർദി ജാസ്റ്റ് തൊണ്ട പൊട്ടി ചോരടക്കം വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു. അപ്പോൾ നമ്മളവിടെ ഫസ്റ്റ് പോയിട്ട് നമ്മളൊരു സ്കാനിങ് കഴിഞ്ഞായിരുന്നു. നമ്മുടെ ഫസ്റ്റത്തെ ഇതാണ്, അതിൻ്റെ റിപ്പോർട്ടാണത്. ആളിവിടെ കിടക്കുന്നുണ്ട്, കിടക്കണം. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. ഓക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഛർദിയൊക്കെ ആയിട്ടാണ്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ചിന്നു നമ്മുടെ ചങ്ങനാശ്ശേരിക്ക് അവളുടെ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. പിന്നെ ഇവിടെ വന്ന് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയി, സ്കാനിങ്ങിന് പോയി. പിന്നെ ഇപ്പം എന്താ, ഇപ്പോൾ കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച സ്കാനിങ് പോയിട്ടോ. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നപ്പോൾ 23-ാം തീയതിയാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു സ്കാനിങ്. ഇപ്പോൾ 3 മാസമായി. 3 മാസമായപ്പോൾ 3 മാസത്തെ നമ്മുടെ മറ്റേ എൻ ടി സ്കാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു ഡബിൾ മാർക്ക് ടെസ്റ്റ് കണ്ടിട്ടുണ്ടല്ലോ, ഒരു ബ്ലഡിൻ്റെ. അപ്പോൾ അത് കൊടുത്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്ന പറഞ്ഞായിരുന്നു. വെള്ളിയാഴ്ച ഞങ്ങൾ കൊടുത്തായിരുന്നു. അപ്പോൾ പിന്നെ ഞാനപ്പോൾ എന്താ ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പോൾ അത് കിട്ടിയിട്ട് ഇനിയിപ്പോൾ ഡോക്ടറിനെ കാണാൻ പോകുമ്പോഴേക്ക് സമയം എടുക്കുമല്ലോ. എന്നാൽ ഞാൻ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നത്. ഇന്ന് പറഞ്ഞാൽ ഇന്ന് 23-ാം തീയതി ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടിയിരുന്ന. അപ്പോഴേക്ക് ഇന്നലെ രാത്രി വാട്സപ്പിൽ ആ റിപ്പോർട്ടും കൂടി വന്നു, ബ്ലഡ് ടെസ്റ്റിൻ്റെ. എന്നാൽ അവളെ ഡോക്ടറിനെ കണ്ടിട്ട് പോവുകയാണെങ്കിൽ എനിക്കൊരു സമാധാനമാണല്ലോ. എന്നാൽ ഡോക്ടറിനെ കാണിച്ചിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാം കൂടി ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി ഡോക്ടറിനെ കണ്ടു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചിന്നും അമ്മയും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ആ ഡോക്ടർ ഇല്ല. അപ്പോൾ പിന്നെ വേറെ ഡോക്ടറിനെ കാണിച്ചു. അവിടെ വേറെ ഡോക്ടറുണ്ട്. അപ്പോൾ ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലായിരിക്കണം, ആൾ സുഖമായിരിക്കണം, കുഴപ്പമൊന്നുമില്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഛർദി ഇത്തിരി കുറവൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ഇന്ന് നമ്മുടെ ഇതാണ് മറ്റേ നമ്മളിപ്പോൾ പോയ റിപ്പോർട്ട് കാണേ. എല്ലാം നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു. കുത്തി പിടിക്കണോ എനിക്ക് സംശയം. ഇതാണ് നമ്മുടെ റിപ്പോർട്ട്. പിന്നെ നമ്മുടെ ഇതാണ് ഇപ്പോഴത്തെ സ്കാനിങ്ങിൻ്റെ കളിക്കാം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്കാനിങ്ങിൻ്റെ കേട്ടോ. അതാ കിടക്കണം കേട്ടോ, കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്
കുഴപ്പമൊന്നുമില്ല, 3 മാസം വരെ കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നത് മാത്രം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലാവരും കമൻറ്റൊക്കെ ഇടണം. അപ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു സന്തോഷം നടക്കുമ്പോൾ നിങ്ങളെയും കൂടി അറിയിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടല്ലോ എനിക്ക്. അപ്പോൾ അത് നിങ്ങളടുത്ത് പറയാമെന്ന് വിചാരിച്ചു. എല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവണം കേട്ടോ. പിന്നെ നമ്മുടെ കട്ടി അവിടെയാണ്. അപ്പോൾ നമ്മുടെ കട്ടിയില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചാനൽ ആരും കാണാതിരിക്കരുത് കേട്ടോ. അങ്ങനെ പിന്നെ അപ്പോൾ ഞാൻ നാളെ വീട്ടിൽ പോകും. നാളെ 24-ാം തീയതി ഞാൻ നാളെ വീട്ടിൽ പോകും. എന്നിട്ട് നമുക്ക് ലൈവൊക്കെ ചെയ്യാം. പിന്നെന്താ, ലച്ചുട്ടപ്പോൾ ഇവിടെ കളരി പോവാം. ഇവിടെ ഒരു കളരി എന്ന് പറയും, നമ്മളെ അംഗൻവാടി പോലെയുള്ള സെറ്റപ്പ്, ട്യൂഷൻ എടുക്കുന്ന പോലെ സെറ്റപ്പ്. അപ്പോൾ ഇവിടെ പോകുന്നുണ്ട് ആൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ വിശേഷങ്ങളൊക്കെയാണ് പറയാനുള്ളത്. പിന്നിപ്പോൾ എന്താ, വേറെ എങ്ങനെയൊക്കെ പോകണു. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ചെറിയൊരു ബ്ലോഗിൽ കൂടെ നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എന്തായാലും സന്തോഷമായിരിക്കണം. അപ്പോൾ ചിന്നുവിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഒരു ദിവസം കൊണ്ടുവരാം ചിന്നുവിനെ കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് ചിന്നു എന്താ വരാത്ത എന്ന്. ഞാനപ്പോൾ ഈ റിവ്യൂ ചെയ്യുമ്പോൾ അവൾ കൊണ്ടുവരാതെ വിചാരിച്ചത്. ആൾക്ക് ഇന്ന് വലിയൊരു ഇതില്ല, വയ്യ. ഇന്നിപ്പോൾ ചെറുതായിട്ട് വയ്യ എന്ന് വെച്ചാൽ അവളെ പോയി ഡോക്ടറെ കണ്ടു വന്നതല്ലേ. ഛർദി ഉണ്ട്, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, വലിയ പഴയതിനെ വെച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. അതിപ്പോൾ 3 മാസമായി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോ പോയി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.